വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവയിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നെയ്യുടെ രുചി ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുന്ന ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാകും. ഇതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. നേർത്ത വറക്കാത്ത റവയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് റവ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരുപാട് തടിച്ച റവയൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊന്ന് മിക്സറിന്റെ ജാറിലിട്ട് പൊടിച്ചെടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത് നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനാണ് പോകുന്നത്. വറുത്ത റവയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഈ ഒരു വറക്കുന്ന പ്രോസസ്സ് എന്തായാലും ചെയ്യണം. അപ്പോൾ നെയ്യിൽ ഇതൊന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മെല്ലെ ഇത് കുക്കാവട്ടെ. അപ്പോൾ അതാ ഇപ്പോൾ ഏകദേശം 5 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. റവയുടെ കളർ ചെറുതായിട്ട് മാറി വന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് തേങ്ങ ചെറുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് 5 മിനിറ്റ് നേരം കൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് പുറമേ വെച്ച് സ്റ്റോർ ചെയ്യുമ്പോൾ കുറച്ച് കാലം കേടാകാതെ ഇരിക്കുള്ളൂ. അപ്പോൾ അതാ ഒരു 5 മിനിറ്റ് നേരത്തോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്. ഞാനിവിടെ ആദ്യം 1/2 കപ്പ് ചേർത്ത് പിന്നെ നോക്കിയിട്ട് ഒരു 1/4 കപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ഒരു റവയുടെ ചൂടിൽ തന്നെ ആ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ചൂട് ഒരല്പം ആറി വരട്ടെ. ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്തിരിക്കുന്ന ബദാമും കൂടെ ചേർത്തിട്ടുണ്ട്. ബദാമോ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും ചേർക്കാം. നെയ്യിലാണ് മൂപ്പിച്ചെടുത്തത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കാനായാലും ഒരുപാട് ബുദ്ധിമുട്ടൊന്നും കാണില്ല. കയ്യിലൊന്നും ഒട്ടും തന്നെ പറ്റിപ്പിടിക്കില്ല. ഇതുപോലെ ചെറിയൊരു ഉരുള എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് നന്നായിട്ട് അമർത്തി ഷേപ്പ് ചെയ്തെടുക്കാം. അഥവാ നിങ്ങൾക്ക് ബൈൻഡിങ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കാവുന്നതാണ്. ഇനിയിപ്പോൾ മധുരം കുറച്ച് മതി, അല്ല ആ ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കണമെങ്കിൽ കുറച്ച് നെയ്യ് ഉപയോഗിച്ചാലും മതിയാകും. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റവ ലഡുവാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. മധുരത്തിന് പകരം ഇവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീട്ടിലിപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. ശരിക്കും ഇതുണ്ടാക്കാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ലഡു ഇരിക്കുക. നിങ്ങൾക്കിത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയോളൊക്കെ കേടാകാതെ ഇരുന്നോളും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.